എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുളി ചെയ്ത യേശുനാഥൻ്റെ നിസ്തുല്യനാമത്തിൽ വിനീതമായ വന്ദനം. വീണ്ടും നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിൽ വരുവാനും ദൈവവചനം ശ്രദ്ധിക്കുവാനും ഇതാ മനോഹരമായ ഒരു അവസരം ലഭിച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ബൈബിൾ തുറക്കാം. എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് യേശു അരുളി ചെയ്തു. മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം. എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശു 2000 വർഷം മുമ്പ് മനുഷ്യ സമൂഹത്തെ നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ഭാരം എത്ര വലുതാണെങ്കിലും, നിങ്ങളുടെ അധ്വാനം എത്ര വലുതാണെങ്കിലും, നിങ്ങളുടെ രോഗം എത്ര കഠിനമാണെങ്കിലും, നിങ്ങളുടെ പ്രശ്നം എത്ര ഗുരുതരമാണെങ്കിലും, യേശു പറയുന്നു, എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശുവിൻ്റെ അടുക്കൽ ആശ്വാസത്തിന് വേണ്ടി പോയ ഒരാളെ നമുക്കിന്ന് പരിചയപ്പെടാം. യേശുവിൻ്റെ അടുക്കൽ ആശ്വാസത്തിന് വേണ്ടി പോയ ഒരു വ്യക്തി. വിശുദ്ധ ബൈബിളിലെ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിലാണ് ആ ഭാഗം കാണുന്നത്. അവൻ കഫർന്നഹൂമിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു. അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പിന്നെ യേശു ശതാധിപനോട്, പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുവചനം ധ്യാനിപ്പാൻ തന്ന അവസരത്തിനായി സ്തോത്രം. വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അടിയും പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുമ്പോൾ തന്നെ അവർ ആശ്വാസം പ്രാപിക്കുവാൻ, വചനം കേൾക്കുമ്പോൾ തന്നെ അവർ അനുഗ്രഹം പ്രാപിപ്പാൻ, വചനം കേൾക്കുമ്പോൾ തന്നെ അവർ സൗഖ്യം പ്രാപിപ്പാൻ, യേശുവിൻ്റെ സാന്നിധ്യം അറിയുവാൻ, യേശുവിനെ രുചിച്ചറിയുവാൻ, യേശുവിൻ്റെ സ്നേഹം സ്പർശിക്കുവാൻ വചനം കേൾക്കുമ്പോൾ തന്നെ ഇടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവിൻ്റെ അടുക്കൽ ആശ്വാസത്തിന് വേണ്ടി വന്ന ഒരു മനുഷ്യൻ. അവൻ കഫർന്നഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്നവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നുവെന്ന് അപേക്ഷിച്ചു. ഇവിടെ ഒരു ആർമി ഓഫീസർ ഒരു പ്രശ്നവുമായി യേശുവിൻ്റെ അടുക്കലേക്ക് വന്നിരിക്കും. എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നുവെന്ന് അപേക്ഷിച്ചു. ഈ മനുഷ്യൻ്റെ പ്രശ്നം ഒരു രോഗമാണ്. അയാളുടെ അല്ല, അയാളുടെ കൂടെയുള്ള മറ്റൊരാളുടെ. അയാൾ ആ വിഷയവുമായിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. നോക്കൂ, ആശ്വാസത്തിന് വേണ്ടി വരാൻ ഒരു സ്ഥലം, സങ്കടങ്ങൾ ഇറക്കി വയ്ക്കാൻ ഒരു സ്ഥലം, വേദനകൾ പങ്കിടാൻ ഒരു സ്ഥലം. യേശുവിൻ്റെ അടുക്കൽ ആ മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്, കർത്താവേ, എന്നെ സഹായിക്കണം. യേശുവിൻ്റെ മറുപടി നോക്കൂ, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. യേശുവിൻ്റെ ആ ഇടപെടൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ കേസ് നമ്മളൊരു ഡോക്ടറുടെ അടുക്കൽ കൊണ്ടുപോയിരിക്കട്ടെ. ഡോക്ടർ എന്ത് പറയും? ഡോക്ടർ പറയും, ഒരു വണ്ടി വിളിച്ച് ആ രോഗിയെ ഇങ്ങ് കൊണ്ടുവരൂ, ഞാൻ നോക്കിയിട്ട് പറയാം. അതൊരു കുറ്റമല്ല, അത്രേ സാധിക്കുള്ളൂ മനുഷ്യനെ കൊണ്ട്. നിങ്ങളൊരു വണ്ടി വിളിച്ച് രോഗിയെ കൊണ്ടുവരൂ, ഞാൻ നോക്കട്ടെ,
അതും മാറാരോഗമാണിത്, തീരാവ്യാധിയാണ്, വർഷങ്ങളായി കിടക്കുകയാണ്. ഇങ്ങനെയുള്ള കേസ് പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ യേശുവിൻ്റെ മറുപടി തന്നെ ആശ്വാസമുള്ളതാണ്. യേശുവിൻ്റെ വാക്ക് തന്നെ നമുക്ക് ബലം തരുന്നതാണ്. വേദനപ്പെട്ട് വരുന്ന ഈ മനുഷ്യനോട് പറയുകയാണ്, ഞാൻ അങ്ങ് വരാം, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കാം. പ്രിയ സുഹൃത്തെ, കർത്താവായ യേശു എത്ര നല്ലവൻ, കർത്താവായ യേശു എത്ര വല്ലഭൻ, അവനെത്ര ശക്തൻ, അവനെത്ര മതിയായവൻ. സത്യസന്ധമായി ആത്മാർത്ഥമായി അവൻ്റെ അടുക്കൽ വന്ന ആരെയും അവൻ ഉപേക്ഷിച്ചിട്ടില്ല. അവൻ്റെ അടുക്കിലേക്ക് വരുന്ന ആരെയും അവൻ തള്ളിക്കളഞ്ഞിട്ടില്ല, അവൻ തള്ളിക്കളയുകയുമില്ല. നോക്കൂ, എത്ര സ്നേഹം നിറഞ്ഞ വാക്കുകൾ, എത്ര മനോഹരമായ വാക്കുകൾ. ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും. യേശു പറഞ്ഞത്, എനിക്ക് അവിടെ വരാൻ താല്പര്യമുണ്ട്. ഞാൻ ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളോടൊരു ഒരു സന്തോഷ വാർത്ത പറയട്ടെ. യേശുവിന് നിങ്ങളുടെ വീട്ടിൽ വരാൻ താല്പര്യമുണ്ട്. നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമുദായത്തിലെ സമുന്നത നേതാക്കൾക്ക് നിങ്ങളുടെ വീട്ടിൽ വരാൻ സാധിക്കില്ല. ചോട്ട നേതാക്കൾക്ക് മാത്രമേ വീട്ടിൽ വരാൻ പറ്റുള്ളൂ. ഉയർന്ന ആളുകൾക്ക് നമ്മുടെയൊക്കെ കൊച്ചു കൊച്ചു വീടുകളിൽ വരാൻ സമയമില്ല. മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. ആരെയും കുറ്റം പറയണ്ട. നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമുദായത്തിലെ സമുന്നത നേതാക്കൾക്ക് നമ്മുടെ വീട്ടിൽ വരാൻ കഴിയില്ല. അത് അവര് നല്ല മനുഷ്യരാണ്, പക്ഷെ അവരെ കൊണ്ട് സാധിക്കണ്ടേ? എത്ര ലക്ഷം വീടുകളിൽ പോകണം? സാധിക്കില്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, യേശു പറയുന്നത് ഞാൻ വരാമെന്ന ഒരു സന്തോഷ വാർത്ത പറയാം. നമ്മുടെ കൊച്ചു വീട്ടിൽ, നമ്മുടെ ഇടുങ്ങിയ വീട്ടിൽ, നമ്മുടെ നിരാശപ്പെട്ട കുടിലിൽ യേശു വരാമെന്ന് പറയുന്നു. നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു സത്യം മനസ്സിലാക്കണം. യേശു ഈ വചനത്തിലൂടെ നിങ്ങളുടെ വീട്ടിൽ വരികയാണ്. ഈ വചനത്തിലൂടെ യേശു നിങ്ങളുടെ വീട്ടിൽ ഇതാ വന്നിരിക്കുക. യേശു നിങ്ങളോട് സംസാരിക്കുക. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ അവൻ നിങ്ങളെ തൊടുകയും സൗഖ്യമാക്കുകയും ചെയ്യും. വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ സംഭവിക്കുക. അതെ, കർത്താവ് നമ്മുടെ വീട്ടിൽ വരുന്നവനാണ്. എന്നാൽ ശതാധിപൻ്റെ ചില പ്രത്യേകതകൾ, ഈ വിഷയമായിട്ട് വന്നവൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം. അതിന് ആ മനുഷ്യൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഈ മനുഷ്യൻ ഒരു ആർമി ഓഫീസറാണ്, നിങ്ങൾ ഓർക്കണം. അയാൾക്ക് വിദ്യാഭ്യാസം ന്യായമായിട്ടുണ്ട്, അയാൾക്കൊരു ഗവൺമെൻറ് ജോലിയുണ്ട്, അയാൾക്കൊരു നല്ല വീടുണ്ട്, അയാൾക്ക് നല്ല സാമ്പത്തിക ഭദ്രതയുണ്ട്, വീട്ടിൽ സെർവൻസ് ഉള്ളവനാണ്. അപ്പോൾ ഇദ്ദേഹം സാമാന്യം തരക്കേടില്ലാത്ത ഒരാളാണ്. അയാള് യേശുവിനോട് പറയുന്ന വാക്ക്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. ഇവിടെ നാം കാണുന്നത് താഴ്മയാണ്. ഇവിടെ നാം കാണുന്നത് സൗമ്യതയാണ്. ഇവിടെ നാം കാണുന്നത് വിനയമാണ്. ഇവിടെ നാം കാണുന്നത് യഥാർത്ഥമായ ആവശ്യബോധമാണ്. എൻ്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് യേശു പറഞ്ഞു. പക്ഷേ അടുക്ക വരുന്ന നീ വിനയത്തോടെ വരണം, താഴ്മയോടെ വരണം, ആത്മാർത്ഥതയോടെ വരണം, ആവശ്യബോധത്തോടെ വരണം, നിഷ്കളങ്കതയോടെ വരണം. അതെ, ഈ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ എല്ലാവർക്കും പറ്റും. പക്ഷെ കപടതയില്ലാതെ വന്നാൽ, പരമാർത്ഥതയോടെ വന്നാൽ കർത്താവ് തന്നെ കളയുക. ഈ മനുഷ്യൻ പറയുന്നത്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ അയോഗ്യൻ എന്ന ചിന്തയുമായി യേശുവിൻ്റെ അടുക്കൽ വരുന്നവരെ നിശ്ചയമായും അവൻ യോഗ്യനാക്കി പറഞ്ഞേക്കും. പാപത്തിൻ്റെ കുറ്റബോധത്തോടെ, നിരാശയോടെ യേശുവിൻ്റെ അടുക്കൽ വരുന്ന ആരെയും അവൻ തള്ളിക്കളയത്തില്ല. നോക്കൂ, ഈ മനുഷ്യൻ പറയുന്നത്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. ഇത് കഴിഞ്ഞ് അവൻ പറയുന്നത് വേറൊരു കാര്യമാണ്. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. യേശുവേ, നീ വരണ്ട, നീ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. ഒന്നാമത് താഴ്മ, രണ്ടാമത് വിശ്വാസം. എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് യേശു പറഞ്ഞു. യേശുവിൻ്റെ അടുക്കൽ വരുന്നവർക്ക്
മാതൃകയാക്കാൻ കൊള്ളാം ഈ മനുഷ്യനെ. ഒന്നാമത് താഴ്മ, സ്തോത്രം. രണ്ടാമത് വിശ്വാസം. അല്ലെങ്കിൽ വിഭജിച്ച് പഠിക്കാം നമുക്ക്. ഒന്നാമത് ആവശ്യബോധം, രണ്ടാമത് താഴ്മ, മൂന്നാമത് വിശ്വാസം. ഇവന്റെ ആവശ്യബോധമാണ് ഇവനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകും. നീ യഥാർത്ഥ ആവശ്യക്കാരനാണെങ്കിൽ നീ സൗഖ്യം പ്രാപിക്കും. നീ യഥാർത്ഥ ആവശ്യക്കാരനാണെങ്കിൽ നീ സമാധാനം പ്രാപിക്കും. കർത്താവിൽ നിന്നൊരു സ്പർശനം കിട്ടും നിശ്ചയം. രണ്ടാമത്തേത് ആ മനുഷ്യന്റെ താഴ്മയാണ്. മൂന്നാമത്തേത് ആ മനുഷ്യന്റെ വിശ്വാസമാണ്. അവൻ പറയുന്നത്, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. സുഹൃത്തെ, ഇങ്ങനെയൊരു വിശ്വാസം താങ്കൾക്കുണ്ടോ? നിങ്ങളുടെ രോഗം എത്ര വർഷം പഴക്കമുണ്ട് എന്ന് ഞാൻ ചോദിച്ചില്ല. നിങ്ങളുടെ കുഞ്ഞിന് എത്ര വയസ്സുണ്ടെന്ന് ഞാൻ ചോദിച്ചില്ല. നിങ്ങളുടെ പ്രശ്നം എത്ര സീരിയസ് ആണെന്ന് ഞാൻ ചോദിച്ചില്ല. നിങ്ങൾക്ക് യേശുവിൽ വിശ്വാസമുണ്ടോ? ഇങ്ങനെ ഒരു രോഗിയുടെ കേസ് ഒരു ഡോക്ടർ എടുത്താൽ പൂർവ്വ ചരിത്രമാണ് ചോദിക്കുന്നത്. എത്ര വർഷമായി ഈ രോഗം തുടങ്ങിയിട്ട്, എന്തൊക്കെ ചികിത്സ ചെയ്തിട്ടുണ്ട്, എത്ര വയസ്സായി ആൾക്ക്, വേറെന്തെങ്കിലും രോഗമുണ്ടോ, ഇങ്ങനെയൊക്കെ മനുഷ്യൻ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ യേശു അങ്ങനെയൊന്നുമല്ല കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഈ പഴയ ചരിത്രമൊന്നും പറയണ്ട. നിങ്ങളുടെ കേസ് എത്ര പഴകിയതാണെന്ന് യേശുവിന് വിഷയമല്ല. യേശു ഇന്ന് ജീവിക്കുന്നു. അത് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നു. നിങ്ങളുടെ വിഷയം എത്ര പഴകിയതാണെന്ന് അവന് വിഷയമല്ല. യേശു ഇപ്പോൾ ജീവിക്കുന്നു. അതെ, അവൻ ജീവിക്കുന്നു. നിശ്ചയമായും നിങ്ങൾക്ക് ഈ മനുഷ്യൻ വിശ്വസിച്ച പോലെ വിശ്വസിക്കാമോ? ഇതൊരു നടന്ന സംഭവം കേട്ടോ. തളർന്നു കിടക്കുന്ന ഒരു രോഗിയുടെ ലോക്കൽ ഗാർഡിയനാണ് ഈ വന്ന് നിൽക്കുന്നത്. ആവശ്യബോധം ഭയങ്കരമാണ്. അയാൾ വിനയവും താഴ്മയുള്ളവനാണ്. അയാൾ വിശ്വാസമുള്ളവനാണ്. അയാളുടെ വാക്കുകൾ ശ്രദ്ധിക്കൂ. നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനൊന്ന് വിവരിച്ച് പറഞ്ഞോട്ടെ. എൻ്റെ പുര ചെറുതായതുകൊണ്ട് നീ വരണ്ട എന്ന് പറയുമ്പോൾ യഥാർത്ഥ കാരണം അതല്ല. നീ എന്തിനു വരണം? ഭൂമിയിലെ മാനുഷിക വൈദ്യനല്ലേ വന്ന് ചികിത്സിക്കേണ്ട ആവശ്യം? നീ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവമല്ലേ? നീ എന്തിനു വരണം? നീ ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞാൽ സൗഖ്യം ഉണ്ടാവും. ഇങ്ങനെയൊരു വിശ്വാസമുള്ളവൻ സൗഖ്യം പ്രാപിക്കും. ഇങ്ങനെയൊരു വിശ്വാസമുള്ളവൻ സ്വതന്ത്രനാകും. ഇങ്ങനെയൊരു വിശ്വാസമുള്ളവൻ വിടുതൽ പ്രാപിക്കാതിരിക്കയില്ല. നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നത് യുക്തിക്ക് ചേരുന്ന കാര്യങ്ങളും ബുദ്ധിയിൽ ഒക്കുന്നതുമാണ്. നമ്മളെല്ലാം അതിനെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് പരിശോധിച്ചിട്ട് നമ്മളൊരു തീരുമാനത്തിലെത്തുകയാണ്. വാസ്തവത്തിൽ വിശ്വാസം അതല്ല. ഡിസ്കസ് ചെയ്ത് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല. കർത്താവിനത് കഴിയും എന്ന് വിശ്വസിക്കാൻ ആർക്കെങ്കിലും സാധിച്ചെങ്കിൽ അവൻ അത്ഭുതം കാണും. ഈ വചനം വിശ്വാസയോഗ്യമാണ്. ഇന്നും അതങ്ങനെ തന്നെ സംഭവിക്കും. ഈ മനുഷ്യൻ പറയുന്നു, നീ ഒന്ന് പറഞ്ഞാൽ മതി കർത്താവേ, നീ വരണ്ട, നീ വന്ന് കൈവച്ച് പ്രാർത്ഥിക്കണ്ട, നീ ആരാണെന്ന് എനിക്കറിയാം. വിശ്വാസത്തിൻ്റെ ആഴം കണ്ടോ? അവൻ പറയുകയാണ്, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. അതായത് യേശു ആരാണെന്ന് അവൻ മനസ്സിലായി. അവൻ യേശുവിനെ വിശ്വസിക്കുക. താങ്കൾ യേശുവിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? മറ്റു പലരെയും പോലെ ഒരാളാണോ യേശു? മറ്റു പലരെയും വിളിക്കുന്ന കൂട്ടത്തിലാണോ താങ്കൾ യേശുവിനെ വിളിക്കുന്നത്? മറ്റു പലരും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവൻ അതല്ല കേട്ടോ. ഇവൻ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ്. സമയം അവനാണ് സൃഷ്ടിച്ചത്. സൂര്യനെ അവനാണ് സൃഷ്ടിച്ചത്. ചന്ദ്രനെ അവനാണ് സൃഷ്ടിച്ചത്. മനുഷ്യനെ അവനാണ് സൃഷ്ടിച്ചത്. അവൻ പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു ശക്തിയും ഈ ഭൂമിയിലില്ല. ഈ ആർമി ഓഫീസർ പറയുന്ന ശ്രദ്ധിക്കൂ, കർത്താവേ, നീ ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞാൽ കിലോമീറ്ററുകൾ അകലെ എൻ്റെ രോഗി സൗഖ്യമാവും.
എന്തൊരു വിശ്വാസമല്ലേ! നമ്മുടെ വിശ്വാസം നമുക്ക് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ നോക്കാം. ഇവനിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് അവൻ നിർത്തിയില്ല. അവൻ്റെ 3 സ്വഭാവങ്ങൾ നാം കണ്ടു. അവൻ്റെ 4-മത്തെ സ്വഭാവം നമുക്ക് നോക്കാം. 9-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധിക്കൂ. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എന്താ ഇതിൻ്റെ അർത്ഥം? നമ്മൾ വചനം ധ്യാനിക്കുക ആയതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരു രോഗിയെ കൊണ്ട് വന്നയാൾ ഭയങ്കര വേദനപ്പെട്ട ഒരു വിഷയം പറയുക. ആ കൂട്ടത്തിൽ എന്തിനായി പട്ടണത്തിലെ കാര്യമെല്ലാം പറഞ്ഞേ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഇത്രയും പറഞ്ഞ് നിർത്തേണ്ടതിന് പകരം ആ മനുഷ്യൻ പട്ടാളത്തിലെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. കർത്താവേ, ഞാൻ അധികാരങ്ങളെക്കുറിച്ച് അറിവുള്ളവരാണ്. ഈ മിലിറ്ററിയിൽ സേവനം ചെയ്തിട്ടുള്ളവർക്ക്, സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് ശിക്ഷണം നല്ലോണം അറിയാം. ഡിസിപ്ലിനുണ്ട്. മേൽഘടകങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അതുപോലെ അനുസരിക്കുന്നവരാണ് ഈ സൈനിക സേവനത്തിലുള്ളവർ. അത്ര കറക്റ്റാണ്, കൃത്യമാണ് അവിടുത്തെ നിയമങ്ങൾ. അപ്പോൾ ഒരു കമാൻഡർ ഒരു വാക്ക് പറഞ്ഞാൽ കീഴിലുള്ള മുഴുവൻ അംഗങ്ങളും അത് പാലിച്ചിരിക്കും. ആ കാര്യം അയാൾ ഇവിടെ പറയുകയാണ്. കർത്താവേ, അധികാരം എന്താണെന്ന് എനിക്കറിയാം. എൻ്റെ മുകളിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർ പറഞ്ഞ ഞാൻ കേൾക്കും. എൻ്റെ താഴെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കും. ഇദ്ദേഹം ശതാധിപനാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ കീഴിൽ 100 പേരടങ്ങുന്ന ഒരു വിങ്ങുണ്ട്. ഈ 100 പേരും അനുസരിക്കും ഇദ്ദേഹം പറഞ്ഞാൽ. 101 പേരനുസരിക്കുകയില്ല, 100 പേരനുസരിക്കും. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ മുകളിലുള്ളവൻ പറഞ്ഞാൽ ഈ 100 പേരുടെ അധിപതിയും അതിനോട് ബന്ധപ്പെട്ട അനേകരും അനുസരിക്കും. അപ്പോൾ അധികാരത്തെക്കുറിച്ച് ഇവൻ അറിവുള്ള ഇവൻ പറയുകയാണ്, കർത്താവേ, ഞാൻ പറഞ്ഞാൽ എൻ്റെ കീഴിലുള്ളവർ കേൾക്കും, എൻ്റെ മുകളിലുള്ളയാൾ പറഞ്ഞാൽ ഞാൻ കേൾക്കും. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശുവേ, നീ പറഞ്ഞാൽ കേൾക്കാത്ത ആരുമില്ല. നിങ്ങളത് നല്ലോണം മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ആവർത്തിച്ച് പറയുകയാണ്. അവൻ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞത്, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന റോമൻ പട്ടാളത്തിൽ അധികാരത്തിന് വിലയുണ്ട്. ഒരു ഓഫീസർ ഒരു ഓർഡർ ഇട്ടാൽ കീഴിലുള്ള മുഴുവൻ പടയാളികളും അനുസരിച്ചിരിക്കും. കർത്താവേ, നീ ഭൂലോകത്തിൻ്റെ മുഴുവൻ അധികാരിയാണ്, മനുഷ്യ കുടുംബത്തിൻ്റെ മുഴുവൻ അധികാരിയാണ്. നീ ഒരു വാക്ക് പറഞ്ഞാൽ അനുസരിക്കാത്ത ആരും ഈ പ്രപഞ്ചത്തിലില്ല. അവൻ പറഞ്ഞത് എത്രയോ വലിയ കാര്യമാണ്. അവൻ പറഞ്ഞത് ഞാൻ വിവരിക്കാം. ഞാൻ പറഞ്ഞാൽ ചിലരൊക്കെ അനുസരിക്കും, എല്ലാവരും അനുസരിക്കുക. നീ പറഞ്ഞാൽ എല്ലാവരും അനുസരിക്കും. അതെ, യേശു പറഞ്ഞാൽ ആരൊക്കെ അനുസരിക്കും? യേശു പറഞ്ഞാൽ ഭൂതങ്ങൾ അനുസരിക്കും, പിശാചുക്കൾ അനുസരിക്കും. അതെ, ഭൂതം ബാധിച്ച് തെരുവിൽ അലഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യനെ നോക്കിയിട്ട് യേശു, അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ടു പോകുവാൻ കൽപ്പിച്ചു. അപ്പോൾ ആ മനുഷ്യനിൽ നിന്ന് ഒരു അശുദ്ധാത്മ ശക്തി അപ്രത്യക്ഷമാകുകയും അവൻ സുബോധം പ്രാപിക്കുകയും ചെയ്തു. അവൻ വസ്ത്രം ധരിക്കാൻ തുടങ്ങിയെന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ യേശു പറഞ്ഞാൽ ആര് കേൾക്കും? അശുദ്ധാത്മാക്കൾ കേൾക്കും, ഭൂതങ്ങൾ കേൾക്കും. ഭ്രാന്തിൻ്റെ പുറകിൽ ഒരു ആത്മാവുണ്ട്, അതിനെ യേശു നിലയ്ക്ക് നിർത്തി. യേശു പറഞ്ഞാൽ ആര് കേൾക്കും? യേശു പറഞ്ഞാൽ കാറ്റ്
അനുസരിക്കും. കാറ്റ്, കൊടുങ്കാറ്റ്, കടല്, തിരമാല, ഇതൊക്കെ യേശു പറഞ്ഞ അനുസരിക്കും. യേശു ഒരിക്കൽ കടലിൽ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റടിച്ചു. ശിഷ്യന്മാർ നിലവിളിച്ചു. യേശു നിലവിളിച്ചില്ല. യേശു എഴുന്നേറ്റിട്ട് കാറ്റേ അടങ്ങുക എന്ന് കൽപ്പിച്ചപ്പോൾ കാറ്റടങ്ങി. കടലേ ശാന്തമാകുക എന്ന് കൽപ്പിച്ചപ്പോൾ കടൽ ശാന്തമായി. ശ്രദ്ധിക്കൂ, അവൻ കൽപ്പിച്ചാൽ കാറ്റനുസരിക്കും, അവൻ കൽപ്പിച്ചാൽ കടലനുസരിക്കും, അവൻ കൽപ്പിച്ചാൽ ഭൂതങ്ങൾ അനുസരിക്കും. ഞാൻ ഈ വചനം പറയുമ്പോൾ നിങ്ങളോടൊരു ദൂത് പറയാം. നിങ്ങളുടെ ജീവിതത്തിന് നേരെ അടിച്ചുകൊണ്ടിരിക്കുന്ന ആ കാറ്റിനോട് ഇന്ന് രാവിലെ യേശു പറയുകയാണ്, അടങ്ങുക. നിങ്ങൾ ഈ ദിവസങ്ങളിൽ സ്വസ്ഥത അനുഭവിക്കും. ഈ വചനം നിങ്ങൾക്കത് അനുഗ്രഹമായി ഭവിക്കും. നിന്റെ നേരെ അടിക്കുന്ന, വർഷങ്ങളായിട്ട് അടിക്കുന്ന ആ കാറ്റുണ്ടല്ലോ, അതിനെ അടക്കുവാൻ യേശുവിന് കഴിയും. യേശുവിനെ കഴിയൂ. നിന്റെ നേരെ അടിച്ചുകൊണ്ടിരിക്കുന്ന ആ കൊടുങ്കാറ്റിനെ ശാസിക്കാൻ യേശുവിന് മാത്രമേ കഴിയൂ. അവൻ കൽപ്പിച്ചാൽ ഭൂതങ്ങൾ അനുസരിക്കും, അവൻ കൽപ്പിച്ചാൽ കാറ്റനുസരിക്കും, അവൻ കൽപ്പിച്ചാൽ കടലനുസരിക്കും. ഒരു ദിവസം യേശു ഒരു മരിച്ച വീട്ടിൽ ചെന്നു. ആ ശവക്കുഴിയുടെ കരയ്ക്ക് നിന്നിട്ട് ആ മരിച്ചയാളെ യേശു വിളിച്ചു. അതെ, യേശു കൽപ്പിച്ചാൽ മരണമനുസരിക്കും. ഒരു വിധവയായ സ്ത്രീക്ക് ഒരു ഏക മകൻ ഉണ്ടായിരുന്നു. ആ മകൻ മരിച്ചുപോയ ആ ശവം കൊണ്ടുപോകുന്ന വഴിയിൽ യേശു വന്നു. യേശു ആ ശവമന്ദത്തിൽ തൊട്ടിട്ട്, ബാല്യക്കാരാ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ മരിച്ചു കിടന്ന ചെറുപ്പക്കാരൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞാൽ മരണമനുസരിക്കും, അവൻ പറഞ്ഞാൽ രോഗമനുസരിക്കും, അവൻ പറഞ്ഞാൽ ഭൂതമനുസരിക്കും, അവൻ പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു ശക്തിയുമില്ല. ഈ വിശ്വാസം ആണ് രക്ഷിക്കുന്ന വിശ്വാസം. ഈ വിശ്വാസമാണ് സൗഖ്യമാക്കുന്ന വിശ്വാസം. ഈ വിശ്വാസമാണ് ജീവിപ്പിക്കുന്ന വിശ്വാസം. ഈ വിശ്വാസമാണ് ആശ്വസിപ്പിക്കുന്ന വിശ്വാസം. എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് യേശു പറഞ്ഞു. യേശുവിൻ്റെ അടുക്കൽ വന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. അതെ, അവൻ്റെ ആവശ്യബോധം, അവൻ്റെ താഴ്മ, അവൻ്റെ വിനയം, അവൻ്റെ വിശ്വാസം, അവൻ്റെ അധികാരത്തെക്കുറിച്ചുള്ള ബോധ്യം. അതായത് അവൻ്റെ അധികാരത്തിന് പരിധിയുണ്ടെന്നും യേശുവിൻ്റെ അധികാരത്തിന് പരിധിയില്ലെന്നുമുള്ള അവൻ്റെ ഉൾക്കാഴ്ച. യേശുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഉൾക്കാഴ്ച ചേഞ്ച് ആക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. സ്തോത്രം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു എന്ത് പറഞ്ഞു എന്ന് നമുക്ക് നോക്കാം. വാക്യം 10. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. മത്തായി സുവിശേഷം 8-ാം അധ്യായം 10-ാം വാക്യം. ശ്രദ്ധിക്കൂ, ദൈവവചനം ധ്യാനിക്കുമ്പോൾ ബൈബിൾ കൂടെ നോക്കുക. ഞാൻ ഈ പറയുന്നത് ബൈബിളിൽ നിന്നാണോ എന്ന് നിങ്ങൾ നോക്കണം. ഇത്ര നേരം പറഞ്ഞത് 9-ാം വാക്യമാണ്, ഇനി പറയുന്നത് 10-ാം വാക്യമാണ്. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, യേശു അതിശയിച്ചു എന്നാണ് ഇവിടെ വായിച്ചത്. ഒരു കൊച്ചുകുട്ടി അതിശയിച്ചു എന്ന് പറഞ്ഞാൽ ആ കൊച്ചുകുട്ടിയുടെ മാതാപിതാക്കൾക്ക് വലിയ അതിശയമൊന്നും തോന്നില്ല. കാരണം ചെറിയ കാര്യം മതി പിള്ളേർക്ക് അതിശയം ഉണ്ടാകാൻ. പക്ഷേ പ്രായമുള്ളവർക്ക് അത്ര പെട്ടെന്നൊന്നും അതിശയം വരില്ല. കാരണം അവർ ഒരുപാട് കാര്യങ്ങൾ കണ്ടവരാണ്. ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച സർവ്വശക്തിയുള്ള കർത്താവായ യേശു അതിശയിച്ചു എന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. എൻ്റെ മാന്യ ശ്രോതാക്കളെ, യേശുവിനെ നിങ്ങൾ അതിശയിപ്പിക്കണം. പ്രിയ സഹോദരി, യേശുവിനെ നീ അതിശയിപ്പിക്കണം. നിന്റെ ആ പ്രശ്നത്തിൻ്റെ നടുവിൽ നീ അതിരുകടന്ന് വിശ്വസിച്ചാൽ യേശു അതിശയിക്കും. യേശുവിനെ അതിശയിപ്പിക്കാൻ നിനക്കൊരു സർക്കസ് കാണിച്ചിട്ട് സാധ്യമല്ല. നീ ഭൂമിയിൽ എന്ത് അഭ്യാസ പ്രകടനം നടത്തിയാലും യേശു അതിശയിക്കുകയില്ല. എന്നാൽ
അതിര് കടന്ന് യേശുവിനെ വിശ്വസിച്ചാൽ യേശു അതിശയിക്കും. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. പിൻചെല്ലുന്നവരോട്, പുറകെ വരുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. അതെ, എന്തൊരു വിശ്വാസം! അതെ, ഇതാണ് വിശ്വാസം, യഥാർത്ഥ വിശ്വാസം. എന്താ യേശുവിൻ്റെ അടുക്ക വന്നിട്ട് പലരും അനുഗ്രഹിക്കപ്പെടാത്ത? എന്താ യേശുവിൻ്റെ അടുക്ക വന്നിട്ട് പലരും പ്രാർത്ഥിക്കുന്നുണ്ട്, വേദോത്സവം വായിക്കുന്നുണ്ട്, എന്താ ജീവിതത്തിന് മാറ്റം വരാത്ത? വിശ്വാസം വ്യാപരിക്കുന്നില്ല. പലതും ഇങ്ങനെ ചിന്തിച്ച് സമയം കളയുകയാണ്. കണ്ണടച്ച് വിശ്വസിക്കുക, വചനത്തിൽ എന്തു പറയുന്നു അത് വിശ്വസിക്കുക, തിരിച്ച് ചിന്തിക്കാതെ വിശ്വസിക്കുക. അതെ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാവുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അതെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിനക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരട്ടെ. യേശു പറഞ്ഞു, ഇങ്ങനെ ഒരു വിശ്വാസം ഞാൻ എങ്ങനെ കണ്ടിട്ടില്ല. അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, 13-ാം വാക്യം. പിന്നെ യേശു ശതാധിപനോട്, പോകാം, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ യേശു ശതാധിപനോട്, പോകാം, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ അനേകായിരങ്ങൾ ഇപ്പോൾ ടെലിവിഷനിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് കർത്താവിൻ്റെ നാമത്തിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾക്ക് ഭവിക്കുകയുള്ളൂ. ഞാൻ വിശ്വസിച്ചതുപോലെ എനിക്ക് ഭവിച്ചു. നീ നശിക്കുമെന്നാണോ വിശ്വസിക്കുന്നത്? നിന്റെ കുഞ്ഞുങ്ങൾ യാചിക്കുമെന്നാണോ നീ വിശ്വസിക്കുന്നത്? നിന്റെ തലമുറ കടം മേടിക്കേണ്ടി വരുമെന്നാണോ നീ വിശ്വസിക്കുന്നത്? നിന്റെ ജോലി പോകുമെന്നാണോ നീ കൂടെ പറയുന്നത്? നിന്റെ ഭാര്യ രോഗിയാകുമെന്നാണോ നീ ചിന്തിക്കുന്നത്? ഈ രോഗം മാറുകയില്ലെന്നാണോ നീ വിശ്വസിക്കുന്നത്? എങ്കിൽ അതൊന്ന് തിരുത്തണം. ഞാൻ സൗഖ്യമാകുമെന്ന് നീ പറയണം. എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് നീ പറയണം. ഞാൻ ഈ പ്രതിസന്ധിയെ ജയിക്കുമെന്ന് നീ പറയണം. ഞാൻ ഈ പോരാട്ടത്തെ കീഴടക്കുമെന്ന് നീ പറയണം. ഈ പിശാചിനെ ഞാൻ തോൽപ്പിക്കുമെന്ന് നീ പറയണം. നീ വിശ്വസിച്ചത് നിനക്ക് ഭവിക്കും. നീ വിശ്വസിച്ചതേ നിനക്ക് ഭവിക്കൂ. നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കും നിശ്ചയം. എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് എന്ന് പറഞ്ഞ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഈ വചനധ്യാനത്തിൽ പ്രബോധിപ്പിക്കുന്നു. യേശുവിൻ്റെ അടുക്കൽ വന്ന ഈ ആർമി ഓഫീസറെ പോലെ ആവശ്യബോധത്തോടെ, വിനയത്തോടെ, വിശ്വാസത്തോടെ അധികാരത്തെ മനസ്സിലാക്കി അടുത്തു വരൂ. നിശ്ചയമായോ നിന്നെ സഹായിക്കും. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളടയ്ക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ തിരുസന്നിധിയിൽ വരുന്നു. ഈ വചനം കേട്ടവർ വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ അറിയുവാനിടയാക്കണമേ. അവിടുന്ന് കൽപ്പിച്ചാൽ അനുസരിക്കാത്ത ഒരു ശക്തിയുമില്ല. ഈ വലിയ സത്യം ഗ്രഹിച്ച് അങ്ങയോട് അടുത്ത് വരുവാൻ നിന്റെ ജനത്തിന് കൃപ നൽകണമേ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിലെ ആ കാറ്റ് മാറുവാൻ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ആ രോഗം സൗഖ്യമാകുവാൻ യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു. ആ കുടുംബത്തിലെ പ്രശ്നം മാറിപ്പോകുവാൻ യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിരാശ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയോ കൗൺസിലിങ്ങിന് വേണ്ടിയോ ബന്ധപ്പെടുവാൻ പാസ്റ്റർ ബാബു ചെറിയാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 6, പിറവം എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ